പ്രൈസ് ഗോഡ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാം വാക്യം. നാം ഒരു ദൈവീക ചലനത്തിൽ നമ്മുടെ മധ്യത്തിലും ആഗോള സഭകളിലും ഒരു പ്രൊഫറ്റിക് അവേക്കണിംഗ്, ഒരു പ്രൊഫറ്റിക് എക്സ്പ്ലോഷൻ, പ്രവചനാത്മാവിന്റെ ഒരു വലിയ വിസ്ഫോടനം, an explosion of the prophetic, പേര് വിളിക്കുകയും പേഴ്സണൽ പ്രൊഫസീസ് പറയുകയും അഡ്രസ്സുകൾ പറയുകയും അതിനെല്ലാം അപ്പുറമായി ദൈവത്തിന്റെ സഭ ഒരു പ്രൊഫറ്റിക് ചർച്ചായി ദൈവത്തിന്റെ ശബ്ദം രാജ്യങ്ങളിൽ മുഴക്കുന്ന, ദൈവത്തിന്റെ വായായി മാറുന്ന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മണവാട്ടി സഭയായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. So this is a prophetic, a time when God is awakening his church and wants to clothe with the prophetic mantle. Amen. അന്ത്യനാളുകളിൽ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. 2000 വർഷങ്ങളായി ഈ പകർച്ച നടക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ മുൻമഴ പെയ്തിറങ്ങി അപ്പോസ്തലന്മാരും 120 പേരും പിന്നെ സ്തോത്രം ഒരു കാട്ടുതീ കത്തിപ്പടരുന്ന പോലെ, സ്തോത്രം, ഹല്ലേലൂയ. ചില വർഷങ്ങളിൽ തന്നെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കത്തിപ്പടരുവാനും ദൈവജനം പരിശുദ്ധാത്മാവിന്റെ ആഴമായ സ്പർശനത്തിൽ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അന്ത്യനാളുകളിൽ ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും ആ നാളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അതുകൊണ്ട് തന്നെ ആത്മപകർച്ച എവിടെ നടന്നാലും, ആത്മപകർച്ച എവിടെ വെളിപ്പെട്ടാലും അവിടെ നിശ്ചയമായി വെളിപ്പെടുത്തുന്ന അടുത്ത ഒരു തലമാണ് ദൈവത്തിന്റെ prophetic move. Come on, somebody say the prophetic anointing, the prophetic move of God, the prophetic work of God. Hallelujah. Amen. ഇന്ന് പകൽക്കാലം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജൂലൈ മാസം 6 മാസം കഴിഞ്ഞ് 7-ാമത്തെ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ മേൽ ഈ പ്രവചനത്തിന്റെ ഒരു പ്രവാചകനാക്കി തീർക്കുന്നത് എന്താണ്? ഒരു പ്രവാചകന്റെ മേൽ വ്യാപരിക്കുന്ന പ്രവചനാത്മാവ്, the prophetic spirit. അപ്പോൾ ഒരു വ്യക്തിയിൽ, പഴയ നിയമത്തിൽ ചില വ്യക്തികളിൽ, ചില പ്രവാചകന്മാരിൽ മാത്രം കേന്ദ്രിതമായ, അവർക്ക് മാത്രം പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന ആ തലം മാറ്റി പുതിയ നിയമത്തിൽ അത് ചില പ്രവാചകൻ 5 തരം ശുശ്രൂഷകളിലുള്ള ചില പ്രോഫറ്റ്സും പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവചനാത്മാവിന്റെ ശുശ്രൂഷയല്ല. പുതിയ നിയമത്തിൽ നാം എല്ലാവരും പുരോഹിതന്മാരും രാജാക്കന്മാരായിരിക്കുന്നത് പോലെ തന്നെ വീണ്ടും ജനിക്കപ്പെട്ട പുതിയ സൃഷ്ടികളായ നാം എല്ലാവരും പ്രവചനാത്മാവിനാൽ നിറയണമെന്നും, പ്രായമുള്ളവർ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പ്രവചനാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ വായായി ദൈവത്തിന്റെ അരുളപ്പാടുകളെ വിളിച്ചു പറയുന്ന ഒരു ഹൃദയവും ഒരു ഹിതവും ഒരു സ്വപ്നവുമാണ് നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വിളി നമ്മളിലേക്ക് വന്നു, ദൈവത്തിന്റെ പുതപ്പ് നമ്മളിലേക്ക് എലീശയുടെ മേൽ ആ പുതപ്പെറിഞ്ഞതുപോലെ. 1 രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം, 1 Kings chapter 19 and verse 19-ൽ എലീശ എന്ന് പറഞ്ഞ ഈ വ്യക്തി വളരെ അധ്വാനിയായിരുന്നു. തന്റെ പിതാവിന്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാളുകളെ പൂട്ടി വളരെ അധ്വാനിയായ, വളരെ മിടുക്കനായ, തന്റെ അപ്പന് വിശ്വസ്തനായ ഒരു യൗവനക്കാരൻ. പക്ഷെ അവന്റെ മേൽ ഒരു ദൈവിക വിളി. What is the mantle? എന്താണ് ഈ പുതപ്പ്? അതൊരു ദൈവത്തിന്റെ നിയോഗവും ഒരു ദൈവത്തിന്റെ ദൗത്യവുമാണ്. ദൈവം എന്താണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഒരു പുതപ്പ് കാണിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും ഒരു പ്രൊഫറ്റിക്കിന്റെ പുതപ്പ് നമ്മളുടെ മേൽ എലീശയുടെ മേൽ ഇട്ടതുപോലെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മേലെല്ലാം this prophetic mantle is being thrown. Hallelujah. അതുകൊണ്ട് തന്നെ നമ്മുടെ മധ്യത്തിൽ സ്വപ്നങ്ങളുടെ ഒരു എക്സ്പ്ലോഷൻ. ഹല്ലേലൂയ. പെട്ടെന്ന് ദൈവശബ്ദം കേൾക്കുന്നു, പെട്ടെന്ന് ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ ഉണ്ടാകുന്നു, പെട്ടെന്ന് ദർശനങ്ങൾ ഉണ്ടാകുന്നു. There is an increase and a multiplication of the prophetic. ഒരു വലിയ വർദ്ധനവ് ഈ ശുശ്രൂഷയുടെ കീഴിലാണെങ്കിൽ, നിങ്ങൾ ഈ ദൈവശബ്ദം നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ പ്രൊഫറ്റിക് തലത്തിൽ നിങ്ങൾ ഭയങ്കരമായി മുന്നേറി. നിങ്ങളായിരുന്ന ആ തലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അടുത്ത തലങ്ങളിലേക്കൊക്കെ നമ്മെ കയറ്റിവിടുവാൻ ഇടയായി തീർന്നു. So there is an increase and a rise in the prophetic. Hallelujah. ആരാണ് ഒരു പ്രവാചകൻ? എന്താണ് പ്രവചനാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ സംഭവിക്കുന്നത്? അവൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ പറയുന്ന, he becomes a mouthpiece of God, a messenger of God. Who is a prophet? Prophet is wow. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൈവസഭയിൽ ഹല്ലേലൂയ വാ വേണം, നമ്മുടെ വാ വേണം, നമ്മുടെ നാവ് വേണം. നമ്മുടെ വാ ദൈവത്തിന് കിട്ടുമോ? Will God get our mouth, our tongue to speak his utterances? ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ദൂതുകൾ അത് ചെറിയ ലെവലിൽ തുടങ്ങി രാജ്യങ്ങളോടും രാജാക്കന്മാരോടും അധികാരികളോടും പ്രസിഡന്റുമാരോടും പ്രൈം മിനിസ്റ്ററോടും ഒക്കെ സംസാരിക്കുവാൻ ദൈവത്തിന് പല തലത്തിലുള്ള പ്രവാചക ശബ്ദങ്ങളെ, വാകളെ വേണം. God is looking for some mouths. God is looking for some messengers this morning. ചില ദൂതവാഹകന്മാരെ ഇന്ന് പകൽക്കാലം ദൈവം അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഒഴിവിച്ചു. 1 2 അല്ല, 12 കാളകൾ പൂട്ടിക്കൊണ്ട് നടന്ന. യെസ്. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന്
തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. സ്തോത്രം. ഏലിയാവ് തന്റെ പുതപ്പ് എലീശയുടെ മേൽ ഇട്ടു. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ വിളി, അസൈൻമെന്റ് ഫ്രം ഗോഡ്, a call, a high call of God. ഏലിയാവ് ആരാണ്? ഒരു പ്രവാചകനാണ്. ഒരു പ്രവാചകന്റെ മുകളിൽ നിന്ന് താൻ തന്റെ നിയോഗം, തന്റെ അസൈൻമെന്റ്, തന്നെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി താൻ ചിലരെ റിക്രൂട്ട് ചെയ്യുവാനായി സ്തോത്രം ആ പുതപ്പെറിയ എലീശ, നിന്നെ ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ മേൽ ആ പുതപ്പെറിയുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പ്രൊഫറ്റിക്കിന്റെ മാന്റിലും പുതപ്പ് നമ്മുടെ മേൽ ഏലിയാവ് എറിഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എറിഞ്ഞുകൊണ്ടിരിക്കുക. അത് പിടിച്ചെടുത്തവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. അത് മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. അതിനെ ഏറ്റെടുത്തവർക്കായി ഞാൻ നന്ദി പറയുന്നു. അതിന് വില കൊടുത്തവർക്കായി ഞാൻ നന്ദി പറയുന്നു. ഒരു പ്ലെയിൻ പറക്കുന്നത് പോലെ അടുത്തൊരു തലത്തിലേക്ക് നാം അങ്ങ് പോകുകയാണ്. എലീശയുടെ മേൽ പുതപ്പ് വീണു, മാന്റിൽ വീണു, വിളി വന്നു, നിയോഗം വന്നു, ആ വലിയ ഹൈക്കോൾ വന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് എലീശ സ്തോത്രം ഇസ്രായേലിന്റെ പ്രവാചകനായി മാറിയില്ല. എലീശയുടെ കൂട്ട് തന്നെ അനേക പ്രവാചക മക്കളുണ്ടായിരുന്നു. ഏലിയാവ് പുറത്തെടുത്ത, ഏലിയാവ് പരിശീലിപ്പിച്ച, ഏലിയാവ് സ്തോത്രം കണ്ട് അവരെ തിരഞ്ഞെടുത്ത അനേക പ്രവാചക മക്കളുണ്ടായിരുന്നു. But Elisha was different from all the sons of the prophets. Hallelujah. Amen. ഒരു വിളി വന്നു, ഒരു പുതപ്പ് നമ്മുടെ മേൽ ഇട്ടു, ഒരു നിയോഗം കൈമാറി, നമ്മളെ ഒരു നിയോഗത്തിന് വേണ്ടി വിളിച്ചു. അത് ആരംഭമാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ആ നിയോഗത്തിലേക്ക് നമ്മൾ എത്തി അതിൽ വിളങ്ങുമെന്ന് ഗ്യാരണ്ടി ഇല്ല. ആ പുതപ്പ് ആദ്യം നമ്മുടെ മേൽ വീഴുമ്പോൾ അത് നമുക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. It's a call of God. അത് കഴിഞ്ഞ് ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട് the process and the price for the prophetic. അത് ദൈവത്തിന്റെ ഏത് വിളിയുമായിക്കോട്ടെ, whether it is the apostolic, for the evangelistic, ദൈവത്തിന്റെ ഹൈ കോളിൽ പെട്ടിരിക്കുന്ന ഏത് കാര്യത്തിനും അതിനൊരു പ്രക്രിയയുണ്ട്, അതിനൊരു വഴിയുണ്ട്, അതിനൊരു വിലയുണ്ട്. ആ ദൈവത്തിനും കരങ്ങളെയൊക്കെ ഉയർത്തി there is a process and a price. അനേകർ മാൻഡലുകൾ ആഗ്രഹിക്കുന്നു, വിളി ആഗ്രഹിക്കുന്നു, നിയോഗം ആഗ്രഹിക്കുന്നു, പക്ഷെ ആ പ്രക്രിയയിലൂടെ പോകുവാൻ തയ്യാറല്ല. അത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അത് ഇടുക്കമുള്ള വഴിയാണ്, അതിന് വലിയ വിലയാണ്. എത്ര വലിയ നിയോഗമാണോ, എത്ര വലിയ ദൗത്യമാണോ, എത്ര വലിയ അഭിഷേകത്തിന്റെ ആഴമാണോ, അത്ര അധികമാണ് അതിനുവേണ്ടിയുള്ള വില. ആ പ്രക്രിയയിലൂടെ പോകുവാൻ നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ ഇടയായിത്തീർന്നു. 17-ാമത്തെ വയസ്സിൽ യോസഫിന് ഒരു സ്വപ്നം കിട്ടി. തന്റെ സഹോദരന്മാരും അപ്പയും അമ്മയും എല്ലാം തന്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു സ്വപ്നം ആരംഭമായിരുന്നു. പക്ഷേ 13 വർഷത്തെ നീണ്ട ഒരു പ്രോസസ്സിലൂടെയും ഒരു വിലയിലൂടെയും, താൻ കുഴിയിലായിരുന്നപ്പോഴും, താൻ ജയിലറകളിലായിരുന്നപ്പോഴും, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും ഡിപ്രഷൻ അടിച്ച്, വിഷമിച്ച്, നിരാശപ്പെട്ട്, ദൈവത്തിന്റെ വിളി നഷ്ടപ്പെട്ട്, സ്വപ്നം നഷ്ടപ്പെട്ട്, no, there is a process. There is a price. There is a process. There is a price. നമ്മളിലേക്ക് ദൈവം എറിയുന്ന ഈ പുതപ്പ് അതിന്റെ ഹയർ ഡൈമെൻഷനിൽ അതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ, വെളിപ്പെടണമെങ്കിൽ there is a process. 13 വർഷത്തെ പ്രോസസ്. ദാവീദ് 17-ാമത്തെ വയസ്സിൽ സ്തോത്രം ശമൂവേൽ പ്രവാചകൻ തന്റെ മേൽ നീയാണ് ഇസ്രായേലിന്റെ അടുത്ത രാജാവ് എന്ന് പറഞ്ഞ ഒരു രാജകീയ അഭിഷേകം. ഹല്ലേലൂയ. അന്ന് തുടങ്ങി ദാവീദിന്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും. He had to go through a process. വനാന്തരങ്ങളിൽ വേട്ടയാടുന്ന ഒരു പട്ടിയെ പോലെ ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഒരു പുതപ്പ് നമ്മുടെ മേൽ വീണു എന്നുള്ളത് അതിന്റെ ദൈവവിളിയുടെ ആരംഭമാണ്. There is a process and a price. എത്ര വലിയ ദൗത്യമാണോ, എത്ര വലിയ നിയോഗമാണോ, എത്ര വലിയ അസൈൻമെന്റ് ആണോ, അത്ര വലിയ ഒരു പ്രക്രിയയിലൂടെ 13 വർഷം എടുത്തു ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി തീരുവാൻ. There is a price to be paid. There is a journey to be walked. Hallelujah. The question is, are you ready? 90% ജനവും അതിന് തയ്യാറല്ല. ചില പ്രതിബന്ധങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില ശോധനകൾ വരുമ്പോൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ഇത് വേണ്ട 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 എന്ന് പറയുന്ന ഒരു മനോഭാവമാണ്. But the Lord says, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സഹായിയായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നാം ആ പ്രക്രിയയിലൂടെ പോകുവാൻ, ആ വില കൊടുക്കുവാൻ. കുഴിയെങ്കിൽ കുഴി, കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം, പീഡനമെങ്കിൽ പീഡനം, എന്താണെങ്കിലും കർത്താവേ എന്റെ മേൽ എറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വിളിയെ നിവർത്തിച്ചെടുക്കുവാൻ എന്റെ മേൽ ഒരു സ്തോത്രം ഹല്ലേലൂയ, ഒരു തീക്ഷ്ണത, ആ യഹോവയുടെ എരിവ് നമ്മളെ ഒന്ന് കയറി പിടിക്കട്ടെ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത സൗലേ സൗലേ എന്നുള്ള ദൈവത്തിന്റെ സ്തോത്രം ഒരു ഇടപെടൽ ഉണ്ടാകുകയാണ്. സൂര്യന്റെ തേജസ്സിനെ കാട്ടി വെല്ലുന്ന ഒരു പ്രകാശം തന്നെ അടിക്കുകയാണ്. താൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയാണ്. ദൈവത്തിന്റെ ശബ്ദം നേരെ കേൾക്കുകയാണ്. സൗൽ പൗലോസായി മാറുകയാണ്. ഹല്ലേലൂയ. തന്റെ നിയോഗം ദൈവം ആ ദിവസം വെളിപ്പെടുത്തി, 1-2 ദിവസങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. അനന്യാസ് എന്ന് പറഞ്ഞ ശിഷ്യൻ. പക്ഷേ 14-15 നീണ്ട വർഷങ്ങൾ എടുത്തു തന്റെ അപ്പോസ്തോലിക ദൗത്യത്തിലേക്ക്. It takes time. There is a process and there is a price to be paid. മോശ തന്റെ ജനനത്തിൽ തന്നെ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം വിളിച്ചൊരു വ്യക്തിയാണെന്ന് അവന്റെ അപ്പനമ്മമാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അപ്പനും അമ്മയും എന്ത് ചെയ്തു? മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. 40-ാമത്തെ വയസ്സിൽ അവന്റെ നിയോഗത്തെ കുറിച്ച് ഒരു ബോധ്യമായി. തന്റെ വഴിയിൽ അത് നിവർത്തിക്കുവാൻ താൻ സ്റ്റെപ്പുകൾ എടുത്തു. But it took another 40 years. അടുത്തൊരു 40 വർഷം. There is a process. Somebody said there is a process. There is a process and there is a price to be paid for the high calling of God. The process and price for the prophetic.
ഒന്ന് രാജാക്കന്മാർ 17 അധ്യായത്തിലാണ് പെട്ടെന്ന് ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. Almighty prophet. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്, prophet Elijah. ഏലിയാവിനെ ഏലിയാവാക്കി തീർത്തത് ഏലിയാവിന്റെ മിടുക്കല്ല, ഏലിയാവിന്റെ കഴിവല്ല, വാക്ചാതുര്യമല്ല. ഏലിയാവിനെ ഒരു പ്രവാചകനാക്കി മാറ്റിയത് ഏലിയാവിന്റെ മേൽ വാസം ചെയ്ത the prophetic spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഏലിയാവിനോട് ദൈവത്തിന് അത്രമാത്രം സ്നേഹവും ആ ശുശ്രൂഷയെ പഴയ നിയമത്തിൽ അത്രമാത്രം മാനിച്ചത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ പ്രവചനാത്മാവിന്റെ പ്രവൃത്തികളെ ഇങ്ങനെയും അറിയപ്പെടും, the spirit of Elijah. ഏലിയാവിന്റെ മേൽ അധിവസിച്ച ആ പരിശുദ്ധാത്മാവ്, ആ പ്രവചനാത്മാവ് ഇതാ ഏലിയാവിന്റെ മുകളിൽ നിന്ന് എലീശയിലേക്ക്. പുതിയ നിയമം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? സക്രിയയ്ക്കും എലിസബത്തിനും ഒരു കുഞ്ഞുണ്ടായി. 1 രാജാക്കന്മാർ 17 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് ആരംഭിക്കാം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. So, and Elijah the Tishbite, who was of the inhabitants of Gilead, said unto Ahab, as the Lord God of Israel liveth before whom I stand, there shall be no dew, no rain these years, but according to my word. What a man! What a man! ഇതാ ഒരു രാജാവിന്റെ മുമ്പിൽ കയറി നിന്ന്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അധികാരിയായിരിക്കുന്ന ഒരു രാജാവിന്റെ മുമ്പിൽ കയറി നിന്ന് ഈ മനുഷ്യൻ ഏലിയാവ് പറയുകയാണ്, ഗിലെയാദ്കാരനായ തിശ്ബിയക്കാരനായ ഏലിയാവ് പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറയാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. What a declaration, what a prophet, what a mouth of God, what a mouthpiece of God. Elijah, the man of God, the bold man of God. Amen. Hallelujah. ഏലിയാവിനെ ഏലിയാവാക്കി തീർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിലും ഏലിയാവ് ഒരു പ്രക്രിയയിലൂടെ പോയി. അത് ആരംഭമായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഏലിയാവിനെ ദൈവം പുറത്തെടുക്കുന്നത്. നമുക്കറിയാം ഏലിയാവിന്റെ അവസാനം എങ്ങനെയായിരുന്നു. 2 രാജാക്കന്മാർ 1-ാം അധ്യായം, മോവാബിൽ നിന്ന് മോവാബി രാജാവ് ഏലിയാവിനെ പിടിച്ചുകെട്ടുവാൻ 50 പടയാളികളെ അയക്കുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലാണ് ഏലിയാവിനെ ദൈവം മരണം കാണാതെ മരണത്തിന്റെ മീതെ തന്റെ പ്രവാചകനെ, ഈ ദൈവമനുഷ്യനെ, ഈ അഭിഷക്തനെ സ്വർഗം എടുത്തത്, കാത്തു സൂക്ഷിച്ചത്. മോവാബി രാജാവായ അഹാസിയ ഏലിയാവിനെ പിടിച്ചുകെട്ടുവാൻ 50 ആൾക്കാരെ അയക്കുകയാണ്. The 2 Kings chapter 1 and verse 10. Elijah replied, the captain of 50, if I am a man of God, let fire come down from heaven and consume you and your 50. Then fire came down from heaven and consumed him and his 50. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. If I be a man of God. മോവാബി രാജാവായ അഹാസ്യ ദൈവത്തെയും, പഴയ നിയമത്തിന്റെ ആ പശ്ചാത്തലമാണ്, അന്ന് ദൈവത്തെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ദൈവ കൽപ്പനകളെയും സത്യദൈവമായ യഹോവയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച് അന്യാരാധനകളിൽ ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഏലിയാവിനെ വെല്ലുവിളിക്കുന്ന പോലെയല്ല, ദൈവത്തെ വെല്ലുവിളിക്കുന്ന, ദൈവത്തിന്റെ പ്രവാചകനായ ദൈവം എഴുന്നേൽപ്പിച്ച ഏലിയാവിനോട് പറയുക, പിടിച്ചുകെട്ടുവാൻ. ഏലിയാവ് പറയാ, ഞാനൊരു ദൈവപുരുഷനാണെങ്കിൽ, if I be a man of God, let fire come down. Amen. 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 He was an extraordinary man of God. അസാധാരണമായ ഒരു ദൈവമനുഷ്യൻ, ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ. താൻ പറയുന്നു, അപ്പോൾ തന്നെ തീ വരുന്നു. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ഏലിയാവ് എടുക്കപ്പെടുകയാണ്. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എങ്ങനെയാണ് ഏലിയാവ് എടുക്കപ്പെട്ടത്? അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ, ഏലിയാവ് എലീശയോട് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന്, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്നു, അവരെ തമ്മിൽ വേർപിരിച്ചു. എലീശയും ഏലിയാവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. Elijah was taken by a whirlwind. ഏലിയാവ് മരിച്ചില്ല. ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് അങ്ങ് എടുത്തു. ഏലിയാവിന്റെ മീതെ പ്രവർത്തിച്ച ഒരു പ്രവചനാത്മാവ്. That's called the spirit of Elijah. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരാം. ഇതാ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ യേശുവിന്റെ മുന്നോടിയായി യേശുവിനെ ഇസ്രായേൽ ജനത്തിന് പരിചയപ്പെടുത്തുവാൻ, മെസ്സിഹയെ പരിചയപ്പെടുത്തുവാൻ, പുറത്തെടുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവിൽ നിറഞ്ഞവനായി മറ്റൊരു പ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്, ഗബ്രിയേൽ ദൂതൻ വരുന്നു, സക്രിയ പുരോഹിതനെ കാണുന്നു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്നു, അവന്റെ പേര് യോഹന്നാൻ എന്ന് വെക്കണം. ദൂതുകളെല്ലാം കൈമാറുകയാണ്. അത് കഴിഞ്ഞ് 17-ാം വാക്യത്തിൽ ഈ യോഹന്നാൻ, ഈ പ്രവാചകന്റെ ദൗത്യം എന്താണ് നമുക്കത് ശ്രദ്ധിക്കാം. പുതിയ നിയമമായി Hallelujah. Yes. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു. നയിക്കും. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. It is he who will go as a forerunner before him in the spirit and power of Elijah, to turn the hearts of the fathers back to the children and the disobedient to the attitude of the righteous, so as to make
make ready a people prepared for the Lord. Hallelujah. 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 അപ്പോൾ പഴയ നിയമത്തിൽ ഏലിയാവ് മരിച്ചപ്പോൾ അതുകൊണ്ട് ഏലിയാവിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ഒരു പ്രവചനാത്മാവുണ്ട്. അത് എലീശയുടെ മേൽ ഇരട്ടിയായി വെളിപ്പെട്ടു. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരുടെ മേൽ അത് വെളിപ്പെട്ടു. പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ സ്നാപകന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവ്, the spirit of Elijah. പുതിയ നിയമത്തിൽ ഉണർവുകളുടെ മധ്യത്തിൽ ഈ prophetic മൂവിൽ ഏലിയാവിന്റെ ആത്മാവ് വെളിപ്പെടും. ഈ അന്ത്യകാലങ്ങളിൽ ഈ prophetic ചലനത്തിൽ, എക്സ്പ്ലോഷനിൽ എന്താ സംഭവിക്കുന്നത്? എലീശയുടെ മേൽ വെളിപ്പെട്ട ഇരട്ടി പങ്ക് മാത്രമല്ല, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി നേടിയെടുത്ത ആ വലിയ യാഗത്തിലൂടെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഏലിയാവിന്റെ മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ആ പ്രൊഫറ്റിക് സ്പിരിറ്റിന്റെ പൂർണ്ണ നിറവ്, അത് ഒരു വ്യക്തിയിലല്ല, ദൈവം സഭകളിൽ തന്റെ മണവാട്ടിയിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. So we are under an anointing and a mantle of the spirit of Elijah. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കാൽവരി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ മറുരൂപമലയിൽ യേശു മഹത്വപ്പെട്ടു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്ന് രണ്ടുപേർ അപ്പോസ്തോലിക ശുശ്രൂഷയെ കുറിക്കുന്ന മോശയും പ്രവാചക ശുശ്രൂഷയെ കുറിക്കുന്ന ഏലിയാവും മറുരൂപമലയിൽ വെളിപ്പെട്ടു. ആമേൻ. മോശ വെളിപ്പെട്ടു, ഏലിയാവ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവായ യേശുവിനോട് അനേക കാര്യങ്ങൾ സംസാരിച്ചു, ബലപ്പെടുത്തി, വെളിപ്പാടുകൾ കൈമാറി. പിന്നെ അവർ സ്വർഗ്ഗത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു. ആമേൻ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം പറയുന്നു, 3.5 വർഷക്കാലത്തിലേക്ക് മഹാ ഉപദ്രവ പീഡന കാലത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പേ 2 സാക്ഷികൾ, മോശയും ഏലിയാവും, രണ്ടുപേരും മരണം കണ്ടില്ല. രണ്ടുപേരെയും ദൈവം സ്വർഗ്ഗത്തിലേക്ക് എടുത്തു. ഭൂമിയിലുള്ള 2 സാക്ഷികൾ, അവർ രണ്ടും ഭൂമിയിലേക്ക് വീണ്ടും വരും. 3.5 വർഷക്കാലം പ്രവാചക അപ്പോസ്തലിക ദൗത്യത്തിന്റെ ഒരു പൂർണ്ണ മാനിഫെസ്റ്റേഷന് വേണ്ടി ദൈവനെ കൊണ്ടുവരും. നമ്മൾ അവസാന ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്ന ഒരു കാലഘട്ടത്തിലാണ്, സീസണിലാണ്. ഏലിയാവിന്റെ ആത്മാവ് പ്രവാചകന്റെ മേൽ ഏലിയാവിനെ ഏലിയാവാക്കി മാറ്റിയ അത്ര കരുത്തുള്ളവനായി. ഹല്ലേലൂയ. ഏലിയാവിന്റെ ആ കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത പാപത്തിൽ മുഴുകിയിരുന്ന ഒരു സമയം, അന്ധകാരം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഇശയ്യാവ് പറഞ്ഞതുപോലെ ഘോര അന്ധകാരം നിറഞ്ഞിരുന്ന ഒരു സമയം. സത്യദൈവത്തിന്റെ ആ ആരാധനയിൽ നിന്നും വഴികളിൽ നിന്നും പിന്മാറിപ്പോയ ഒരു ജനത. യഹോവ മാത്രമാണ് ദൈവമെന്ന് ഇസ്രായേൽ ജനം അറിഞ്ഞ ആ തലങ്ങളിൽ നിന്ന് അന്യ ആരാധനകളിലേക്കും വിഗ്രഹാരാധനയിലേക്കും പാപത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ആഭിചാരത്തിലേക്കും പോയ ഒരു ജനത. അതിന്റെ മധ്യത്തിലാണ് ഏലിയാവ് എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ഹല്ലേലൂയ. ഓ യെസ്. ഈ നാളുകളിൽ കാലം അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഏലിയാവിന്റെ ആത്മാവിനാൽ എങ്ങനെ എലീശ നിറയപ്പെട്ടോ, അതിനേക്കാൾ ഭയങ്കരമായി ദൈവം ആ ആത്മാവിനാൽ, പ്രവാചക പ്രവചന ആത്മാവിനാൽ, ഒരു പേര് വിളിക്കുവാനല്ല, ഒരു അഡ്രസ് പറയുവാനല്ല പ്രിയപ്പെട്ടവരെ, അതെല്ലാം അതിന്റെ ഭാഗമാണെങ്കിലും രാജാക്കന്മാരോടും രാജ്യങ്ങളോടും സംസ്ഥാനങ്ങളോടും നേഷൻസിനോടും രാജ്യങ്ങളോടും സമൂഹങ്ങളോടും ദൈവത്തിന്റെ ദൂതുകളെ വിളിച്ചു പറയുവാൻ God is raising up a generation. Hallelujah. ദൈവം ഒരു തലമുറയെ എഴുന്നേൽക്കുക. തന്റെ മണവാട്ടി സഭയെ കർത്താവ് തന്റെ ആത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുക. God is stirring his people. There is a process and a price to be paid. Hallelujah. ഏലിയാവ് ശക്തനായി രാജാവിന് മുമ്പിൽ, അതെ, ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദൈവപ്രവൃത്തികളാണ് നടക്കുവാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ആത്മാവിന് ആര് വിധേയപ്പെടുമോ, ആര് ഏൽപ്പിച്ചു കൊടുക്കുമോ, ആര് ഈ പ്രക്രിയയിൽ കൂടെ പോകുവാൻ തയ്യാറായിരിക്കുമോ, ആരാ വില കൊടുക്കുമോ, who will go through the process and the price, they will come out under the greater, higher, stronger anointing of the spirit of Elijah in the end times. They will be unstoppable. They will be daring. Their mouth will be like a sword. They will speak like fire. ഈ ദിവസങ്ങളിൽ ദൈവസഭ അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങണം, അതിനുവേണ്ടി ഒന്ന് റെഡിയാകണം, അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ആ പ്രോസസ്സിലൂടെ ഒന്ന് പോകുവാൻ നാം ഒന്ന് റെഡിയാകണം. ഏലിയാവിനെ അഗ്നിരഥങ്ങൾ കൊണ്ടുവന്ന്, that was the grand exit. ഈ പ്രവാചകനെ ദൈവം തിരിച്ചെടുത്തത് അഗ്നിരഥകളും ഒരു ചുഴലിക്കാറ്റിലും ഏലിയാവ് എടുക്കപ്പെട്ടു. പക്ഷേ ഏലിയാവ്, സ്തോത്രം, എലീശയുടെ മേൽ പകർന്ന ഇരട്ടി പങ്ക് അഭിഷേകത്തെ കുറിച്ചും ഇരട്ടി പങ്ക് ആത്മാവിനെ കുറിച്ച് നാം പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏലിയാവിന് ഒരു പ്രക്രിയയിൽ കൂടെ പോകേണ്ടി വന്നു. ഏലിയാവായി തീർന്നത്, ഏലിയാവിന്റെ മേൽ ആ ആത്മാവ് പല്ലസിച്ച് ഏലിയാവിന്റെ മേലുള്ള ആത്മാവ്, the spirit of Elijah എന്ന് പറയുവാൻ കാരണമുണ്ട്. Because he went through a process. ആമേൻ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. വലിയ ഒരു ദൂത് പറഞ്ഞു രാജാവിനോട്, അവിടുത്തെ ഏറ്റവും വലിയ മേലധികാരിയോട്. സ്തോത്രം. യെസ്. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്ന്, പിന്നെ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ഹല്ലേലൂയ. പിന്നെ ഒരു യാത്രയാണ്. ഒരു പ്രവാചകൻ പുറത്തു വന്നു. ആരംഭം മാത്രമാണ് ഏലിയാവിന്റെ. താൻ ദൈവത്തിന്റെ ദൂത് കേട്ടു, പക്ഷെ അത് തന്നെ തുടക്കമാണ്.
പിന്നെ താൻ ഒരു യാത്രയിലൂടെ പോയി. താൻ കെരീത്തിൽ നിന്ന് സെറാഫാത്തിലേക്കും, സെറാഫാത്തിൽ നിന്ന് കർമേലിലേക്കും, കർമേലിൽ നിന്ന് യെശുബേലിനെ നേരിടുവാനും, യെശുബേലിൽ നിന്ന് ബർശിബയിലേക്കും, ബർശിബയിൽ നിന്ന് ഹോരേബിലേക്കും ഒരു യാത്രയായിരുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ് താൻ ദൈവത്തിന്റെ അസാധാരണമായ ആ പ്രൊഫറ്റിക്കിനെ കൈകാര്യം ചെയ്യുവാനും, ഇഫ് ഐ ബി എ മാൻ ഓഫ് ഗോഡ്, ഞാനൊരു ദൈവപുരുഷനാണെങ്കിൽ എന്ന് ചുള്ളിക്കാറ്റിൽ ഏലിയാവിനെ എടുത്തുകൊണ്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ബൈബിളിൽ ഓരോ പേരിനും അർത്ഥമുണ്ട്. ചെരീത്ത് എന്ന് പറഞ്ഞ കെരീത്ത് തോട്ട് അല്ലേ? Get thee hence and turn thee eastward and hide thyself from the book of Cherith. Hallelujah. എബ്രായ ഭാഷയിൽ കെരീത്തിന്റെ അർത്ഥം ഏകാന്തതയുടെ സമയം, മറ്റെല്ലാവരിൽ നിന്ന് മാറി തനിച്ചായിരിക്കുന്ന ഒരു അനുഭവം. Hallelujah. എന്താണ് ആ പ്രക്രിയ? What is the process for the high call of God? ഏലിയാവ് തിരഞ്ഞെടുത്തതല്ല, പക്ഷെ ഏലിയാവ് ആ വഴിയിലൂടെ ദൈവം അവനെ നയിച്ചു, അവനെ ഒരുക്കി. ഒരു ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവൽ, അടുത്ത ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവൽ എന്ന് പറയുന്ന പോലെ താൻ കെരീത്തിൽ നിന്ന് സെറാഫാത്തിലേക്കും, സെറാഫാത്തിൽ നിന്ന് കർമേലിൽ നിന്നും, കർമേലിൽ നിന്ന് ബർശിബയിലേക്കും. ഇറ്റ് ഈസ് ലെവൽ ബൈ ലെവൽ. വിളി വന്നത് കൃപയാണ്, വിളിയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കൃപയാണ്. പക്ഷേ ഒരു പ്രക്രിയ ഉണ്ട്. ദൈവം ആരെയും നിർബന്ധിക്കുകയില്ല. ദൈവം നമുക്ക് അവസരങ്ങൾ തരും. പക്ഷേ ആ പ്രക്രിയയിലൂടെ പോകുവാൻ നാം വിസമ്മതിച്ചാൽ, നാം പുറകുറുത്താൽ, നാം നിരാശപ്പെട്ടാൽ. യോസേഫിന് സ്വപ്നമുണ്ടായി, പിന്നെ കുഴിയിലേക്ക്. ദാവീദിന്റെ മേൽ അഭിഷേകം വന്നു, പിന്നെ അടുത്ത സ്തോത്രം കാണുന്നത് ദാവീദ് വനാന്തരങ്ങളിലൂടെ. സൗൽ പൗലോസായി മാറി, പിന്നെ അറേബ്യ മരുഭൂമിയിലേക്ക്. There is a time. കെരീത്ത് കാണിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കെരീത്ത് വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ഐസൊലേഷന്റെ ഒരു സമയം, ഏകാന്തതയുടെ സമയം, ദൈവം മാത്രം നമ്മോട് ഇടപെടുന്ന, ഡീൽ ചെയ്യുന്ന അങ്ങനെ ഒരു കെരീത്തിന്റെ അനുഭവം. കെരീത്തിൽ എന്താ നമുക്കറിയാം? കാക്ക വന്ന് ഏലിയാവിനെ പോഷിപ്പിക്കുന്നു, ആ തോട്ടിൽ നിന്ന് ഏലിയാവ് കുടിക്കുന്നു. മാനുഷിക ഇന്റർഫറൻസസ് ഇല്ല. ഹല്ലേലൂയ. ആമേൻ. ഇത് ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് പകൽക്കാലം അല്ല, ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം, ഒരു കുടുംബത്തെ കുറിച്ച്. ചിലപ്പോൾ ഒരു വ്യക്തി, താങ്കളാണ് ആ ദൈവത്തിന്റെ വ്യക്തിയെങ്കിൽ God will take you. ഏലിയാവിനെ കൊണ്ടുപോയതുപോലെ കെരീത്തിന്റെ അനുഭവങ്ങൾ കാണും. കുടുംബത്തിൽ കെരീത്തിന്റെ അനുഭവങ്ങൾ കാണും. ദൈവസഭ ഈ കാലങ്ങളിൽ, അന്ത്യകാലങ്ങളിൽ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മാത്രമല്ല, ദൈവസഭയെ ദൈവം രൂപീകരിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ഇടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ മണവാട്ടിയായ ദൈവസഭയെ ദൈവം ഈ പ്രക്രിയയിലൂടെ കടത്തിവിടും. There is a time of isolation and separation. Cut off എന്നാണ് ആ എബ്രായ വാക്ക് പറയുന്നത്. ഒരു സീസണിൽ വേറെ പര ആശ്രയമില്ല. ദൈവം നേരിട്ട് ഇടപെടുന്ന സമയങ്ങൾ. സ്വതന്ത്രം. കെരീത്തിന്റെ അനുഭവം. It's the season of isolation. It's the period of isolation. ഏകാന്തതയുടെ, ലോൺലി ആയിരിക്കുന്ന, ദൈവം മാത്രം കണക്ട് ചെയ്യുന്ന, ദൈവം മറക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. കെരീത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ മിക്ക ആൾക്കാരും നോ 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 ഇത് ഭയങ്കരമാ, ഇത് വേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവത്തിന്റെ ആ പ്രോസസ്സിൽ നിന്ന് നമ്മൾ പുറത്തിയാടിയാൽ you can never host the spirit of Elijah. ഏലിയാവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ നമുക്ക് വാസം ചെയ്യുവാൻ, വസിക്കുവാൻ, നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. കെരീത്തിന്റെ അനുഭവം കഴിഞ്ഞ് ഏലിയാവിന്റെ ദൈവം എങ്ങോട്ടാണ് വിടുന്നത്? ഏലിയാവ് സരേഫാത്തിലേക്ക് പോവാ. സരേഫാത്തിൽ നമുക്കറിയാം, ഒരു വിധവ അവസാനത്തെ അപ്പം കഴിച്ച് താനും മകനും മരിക്കാൻ പോകുന്ന സരഫാത്തിലേക്ക്. സരഫാത്തിന്റെ അർത്ഥം ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് റിഫൈനിങ്. നമ്മെ ശുദ്ധീകരിക്കുന്ന റിഫൈനിങ്. എങ്ങനെ സ്വർണത്തിന്റെ മാറ്റുകൂട്ടുവാൻ അതിലുള്ള എല്ലാ അശുദ്ധികളെയും മാറ്റിക്കളയുന്നു സരഫാത്ത്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പുറത്താണ് ആ സ്ഥലം. ഹല്ലേലൂയ. അങ്ങോട്ട് പോകുന്നു. സരഫാത്തിൽ ഒരു വിധവ അവസാനത്തെ അപ്പം കഴിച്ച് മരിക്കാൻ ഉള്ള ആ വ്യക്തിയെ കൊണ്ട് ദൈവം ഒരു പ്രവാചകനെ പോഷിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവമേ, വേറെ സ്ഥലമൊന്നുമില്ലേ? ഹല്ലേലൂയ. വേറെ സെറ്റപ്പ് ഒന്നുമില്ലേ? വേറെ നല്ല സുഖകരമായ That's the place of refining. ആ തീയിലൂടെ നീ പോകണം. ഏലിയാവേ, നിനക്ക് ഏലിയാവായി തീരണമെങ്കിൽ, എന്റെ വായായി തീരണമെങ്കിൽ, എന്റെ ആത്മാവ് സ്തോത്രം അളവില്ലാതെ കാലാകാലങ്ങളിൽ ഏലിയാവിന്റെ ആത്മാവെന്ന് നീ വിളിക്കപ്പെടണമെങ്കിൽ there is a price and a process. സരഫാത്ത്. ഹല്ലേലൂയ. ശുദ്ധീകരണം. ആ കരം ഉയർത്തി നമുക്കൊന്ന് പറയാം. നാം കെരീത്തിൽ തന്നെ അങ്ങ് ഒതുങ്ങി നിൽക്കുമോ, അതോ കെരീത്തിൽ നിന്ന് നമ്മൾ സരഫാത്തിലേക്ക് പോകുമോ? സരഫാത്ത് നമ്മോട് വിളിച്ചു പറയുന്നത് ഹല്ലേലൂയ. That's the place of high refining. അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ ദൈവപ്രവൃത്തികൾ നടക്കും. പക്ഷെ അവിടെ നമ്മെ ഏലിയാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു സീസൺ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവിടെ നിന്നാണ് താൻ പുറത്തു വന്ന് രാജാവിനെ നേരിട്ട് ആഹാബിനോട് പറയുന്നത്. 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. താൻ കർമേലിലേക്ക് വരുന്നു. He comes to Mount Carmel. അതിന് അവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. സ്തോത്രം. ഏലിയാവ് ആഹാബിനോട് പറയാ, ആഹാബേ, ഇസ്രായേലിൽ പ്രശ്നമുണ്ടാക്കുന്ന നീയല്ലേ ഏലിയാവേ എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് തിരിച്ച് ആഹാബിനോട് പറയുക, ഞാനല്ല ഇസ്രായേലിൽ പ്രശ്നമുണ്ടാക്കുന്നത്, നീയും നിന്റെ പിതൃഭവനവും നിന്റെ മക്കളുമാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രവാചക ശബ്ദം. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോട് കോപമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാടുകളെ വള്ളിപുള്ളി മാറ്റാതെ അത്ര പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ വായായിത്തീർന്ന ഏലിയാവിന്റെ ശക്തിയും ബുദ്ധിയും തോന്നലിൽ നിന്ന് പറഞ്ഞതല്ല. He was a mouthpiece of God.
He was a bold, uncompromising man of God. നീ ആൾക്കാർ എന്ത് പറയും, രാജാവ് എന്ത് പറയും, രാജാവ് നീ പിടിച്ച് കൊല്ലുമോ? No. കർമ്മേൽ നമ്മോട് പറയുന്നത് 19ാമത്തെ വാക്യം കൂടെ വായിക്കാം. യെസ്. എന്നാൽ ഇപ്പോൾ ആളയച്ച എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക. കർമ്മേലിന്റെ അർത്ഥം വളരെ മനോഹരമായ തോട്ടം പോലെ ഇരിക്കുന്ന, വളരെ പച്ചയുള്ള, എല്ലാം മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ് കർമ്മേൽ. പക്ഷെ കർമ്മേൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ അശേര പ്രതിമകളും വലിയ വലിയ ഓൾട്ടറുകളും യാഗപീഠങ്ങളും ബാലിന്റെ വിഗ്രഹങ്ങളും ദൈവത്തിന് മാത്രം മുഴുവത്വം കിട്ടേണ്ട കർമ്മേൽ ഇപ്പോൾ അന്യാരാധകളുടെയും പൈശാചിക ആരാധനകളുടെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുക. കർമ്മേൽ, മൗണ്ട് കർമ്മേൽ, അടുത്തൊരു തലം. It is the place of confrontation. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമോ? That's the process. അയ്യോ ദൈവമേ, എനിക്കിതൊന്നും വയ്യ, ദൈവം തന്നെ എല്ലാം അങ്ങ് ചെയ്യും. No. There is a place of confrontation. There is a place of warfare. ഒരു യുദ്ധമാണ്. ഒളിച്ചല്ല, മുറിക്കകത്തല്ല, താൻ നേരിട്ട് കർമ്മേൽ പർവ്വതത്തിൽ താൻ കയറി ആഹാബിനോട് പറയാ, നിന്റെ പ്രവാചകന്മാരെ അവിടെ കൊണ്ടുപോവാ, ഞാനും വരാം. ഏത് ദൈവം? ആരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം? ആഹാബേ, നീ ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ നിയമം ചെയ്തിരിക്കുന്ന ഒരേ ഒരു ദൈവം, യഹോവയായ ദൈവം. പിന്നെ എങ്ങനെയാ നീയും നിന്റെ ഭാര്യ യെസബേലും ദൈവത്തിന്റെ വഴികൾ വിട്ട് ഇങ്ങനെ ഈ പൈശാചിക ആരാധനകൾക്ക് ഇസ്രായേലിൽ നീ ഇടം കൊടുത്തത്? കർമ്മേൽ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വാർഫെയർ. യുദ്ധത്തിന്റെ സ്ഥലമാണ്, പോരാട്ടത്തിന്റെ സ്ഥലമാണ്, ചില പ്രതിയോഗികളെ നാം നേരിടുന്ന സ്ഥലമാണ്. ദൈവം അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തും. മിക്ക ആൾക്കാർക്കും നമുക്ക് ഒരു പോരാട്ടവും വേണ്ട, നമുക്ക് ഒരു കൺഫ്രണ്ടേഷനും വേണ്ട, നമുക്ക് അങ്ങ് ഒതുങ്ങി. No. Carmel speaks, if you have to be God's mount, if you have to host the spirit of Elijah, God will call you into a place of warfare. അത് മനുഷ്യരോട് ആയിരിക്കണമെന്നില്ല, അത് ആത്മതലത്തോട് ബാലും അശേരയുടെ ആ ശക്തികളോടാണ്, ആ പൈശാചിക ദുർശക്തികളോടാണ് പോരാടുന്നത്. നമുക്കറിയാം, രാവിലെ മൊത്തവും ബാലിന്റെ പ്രവാചകന്മാർ അവരവരുടെ ദൈവത്തെ വിളിച്ചു. പക്ഷേ രാത്രിയായപ്പോൾ ഏലിയാവ് യാഗപീഠത്തെ പണിഞ്ഞു, അതിന്മേൽ ഒരു ക്രമീകരണത്തിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിലെ 12 ഗോത്രത്തെ റെപ്രസെന്റ് ചെയ്ത 12 കല്ലുകളെ നാട്ടി ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിഞ്ഞു. അതിന്റെ ചുറ്റും വെള്ളമൊഴിച്ചു. നിങ്ങൾ പറയരുത്, നാളെ നിങ്ങൾ പറയരുത് ഇത് ഏലിയാവ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എങ്ങനെയോ ഒരു തീയിട്ടതാണെന്ന്. മാനുഷികമായി ഇത് കത്തുവാൻ സാധ്യമല്ല. അതിന്റെ മധ്യത്തിൽ നിന്ന് ഏലിയാവ് ദൈവത്തോട് പറയുക, ദൈവമേ, നീ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ദൈവജനം അറിയേണ്ടതിന്, ഹല്ലേലൂയ, ഇസ്രായേൽ അറിയേണ്ടതിന്, ആരാണ് യഥാർത്ഥ ദൈവം എന്ന് അറിയേണ്ടതിന്. കർമ്മേൽ ഈസ് എ പ്ലേസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഡിസ്പ്ലേ. അതൊരു പ്രകടനത്തിന്റെ സമയമാണ്, യുദ്ധത്തിന്റെ സ്ഥലമാണ്, ആത്മയുദ്ധത്തിന്റെ സ്ഥലമാണ് കർമ്മേൽ. തീ ഇറങ്ങി. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. It's the place of intense praying. ഒരു ദൈവമനുഷ്യന്റെ സാധാരണ പ്രാർത്ഥനയുടെ ഒരു ജീവിതം കാണിക്കുന്ന ഒരു സ്ഥലമാണ് കർമ്മേൽ. ഹല്ലേലൂയ. ഇടിഞ്ഞു പോയ ദൈവത്തിന്റെ യാഗപീഠങ്ങളെ പുനർപണിയുന്ന the period of confrontation. Yes. നീ ദൈവം തന്നെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. 38-ാമത്തെ വാക്യം, then the fire of the Lord fell and consumed the burnt offering and the wood. Hallelujah. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. Yes, യഹോവയുടെ യഹോവയുടെ തീ ഇറങ്ങി. കർമ്മേൽ ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷന്റെയും പ്രകടനങ്ങളുടെയും ഡെമോൺസ്ട്രേഷന്റെയും സ്ഥലമാണ്. It was not just preaching, but it was a place of the demonstration of the real raw fire of God. അങ്ങനെയുള്ള പ്ലേസുകളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അത് മാത്രമല്ല, ബാൽ പ്രവാചകന്മാരെയും അശേര പ്രവാചകർ 850 ആൾക്കാർ അന്യ ആരാധനകൾ ഉയർത്തിയ ഓൾട്ടറുകളെ തകർത്ത് അവിടുത്തെ വ്യക്തികളെ സംഹരിച്ചു കളയുന്ന ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. So Elijah took authority. പൈശാചിക മണ്ഡലത്തിന്മേൽ അധികാരമെടുത്ത് ആ പൈശാചിക മണ്ഡലങ്ങളെ നിർവീര്യമാക്കിയ അസാധാരണമായ ഒരു ദൈവമനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വീണ്ടും ഏലിയാവ് പറഞ്ഞു, ആഹാബേ, 3.5 വർഷക്കാലം ഞാൻ ആകാശമണ്ഡലങ്ങളെ അടച്ചു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പുതിയ നിയമത്തിൽ നാം, ഹല്ലേലൂയ, ഏലിയാവിനോട് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവ് ആകാശമണ്ഡലങ്ങളെ അടച്ചു. 3.5 വർഷക്കാലം തന്റെ വാക്കിൽ താൻ ആകാശ മണ്ഡലങ്ങളെ, സ്വർഗ മണ്ഡലങ്ങളെ അടച്ചവൻ, തന്റെ വാക്കിൽ വീണ്ടും തുറന്നവൻ. വീണ്ടും കർമ്മേലിൽ താൻ പറയാ, ആഹാബേ, പൈശാചിക ഓൾട്ടറുകളെ, പൈശാച ദുരാത്മ വാഴ്ചകളെ തകർത്ത ശേഷം, ഒരു ശുദ്ധീകരണം സംഭവിച്ച ശേഷം ഏലിയാവ് പറയുക, ഇതാ ഞാൻ ഒരു പെരുമഴയുടെ മുഴക്കം കേൾക്കുന്നു. ഒരു പെരുമഴയുടെ മുഴക്കം. ആകാശമണ്ഡലങ്ങൾ അടഞ്ഞുവെങ്കിൽ പൈശാചിക മണ്ഡലങ്ങളെ കൈകാര്യം ചെയ്ത ഏലിയാവ് പറയുക, the job is done. The heavens will open. Hallelujah. ആ തലം ഞാൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ആമേൻ. ആഹാബേ, നീ നിനക്ക് പോകാം. അത് കഴിഞ്ഞു വീണ്ടും നാം കാണുന്നു, ഏലിയാവ് മടങ്ങിപ്പോയില്ല. ഏലിയാവ് മുഴങ്കാലിലിരുന്ന് ഒരു പ്രസവ വേദന ലഭിച്ച ഒരു സ്ത്രീ പ്രസവ വേദന അനുഭവിക്കുന്ന പോലെ പ്രാർത്ഥനയുടെ ആഴങ്ങൾ. Carmel speaks about agonizing prayer to birth the high purposes of God. ദൈവത്തിന്റെ വലിയ പദ്ധതികളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രസവ വേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവ്. ഹല്ലേലൂയ.
കർമേൽ is a great place. കുറെ കാലം കർമേലിൽ ദൈവം ഏലിയാവിനെ ആക്കി. സ്തോത്രം. അത്ര വലിയ ശക്തമായ ഒരു ദൈവ പ്രവൃത്തി കഴിഞ്ഞ് 1 രാജാക്കന്മാർ 19 അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ ആഹാബ് ചെന്ന് തന്റെ ഭാര്യയായ യെസിബേലിനോട് പറയുമ്പോൾ, യെസിബേൽ ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ, യെസിബേൽ ഏലിയാവിന്റെ മുകളിൽ ആവസിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോലെ യെസിബേൽ ആഹാബിന്റെ ഭാര്യയായിരുന്നെങ്കിലും യെസിബേലിന്റെ മേൽ വാഴുന്ന, വെളിപ്പാട് പുസ്തകത്തിൽ യെസിബേലിന്റെ ആത്മാവുള്ളവർ എന്ന് പറയുന്ന ഈ ഒരു വൻ ശക്തിയോട് ഒരു ഏറ്റുമുട്ടലാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. 1 Kings chapter 19 verse 1 to 3. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തിന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. കർമ്മേലിന്റെ അനുഭവം കഴിയുമ്പോൾ അതുകൊണ്ട് എല്ലാം അവസാനിച്ചില്ല. വീണ്ടും നേരിടുവാൻ ഉയർന്നു നിൽക്കുന്ന പൈശാചിക വാഴ്ചകൾ, അധികാരങ്ങൾ. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. എന്തിനാണ് ഈ ഡെലിവറൻസ് സർവീസുകളൊക്കെ നടത്തുന്നത്? നമ്മളിലുള്ള ദുരാത്മാക്കളെ പുറത്താക്കുക, ജനത്തിലുള്ള ദുരാത്മാക്കളെ പുറത്താക്കുക എന്ന് മാത്രമല്ല. That's the beginning of the ministry of deliverance. പക്ഷെ ജനത്തെയും സമൂഹത്തെയും ദേശത്തെയും അടക്കി വാഴുന്ന അന്ധകാര ആത്മാക്കൾ. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോക ആത്മാക്കളോടും. യെസിബേലിന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ബാലിനെ ഉയർത്തുന്നവൾ, ബാൽ ദൈവമാണ് എന്ന് പറഞ്ഞ് കൊടി പിടിച്ച് നിൽക്കുന്നവൾ, ബാലിന്റെ വായായി, ബാലിന്റെ പ്രവാചകയായ യെസിബേൽ, ദ മൗത്ത് പീസ് ഓഫ് ബാൽ. അവള് ദൂതനെ അയക്കുക, എന്റെ പ്രവാചകന്മാരെ നീ വെട്ടിക്കൊന്നു, നാളെ ഈ സമയത്ത് നിന്നെ ഞാൻ ഒടുക്കി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ജെസിബേൽ അല്ല എന്ന് പറയുന്ന ഭയത്തിന്റെ the high principality and the demonic prince, വലിയ അതിശക്തമായ ഒരു പൈശാചിക പ്രഭുവാണ് യെസിബേലിന്റെ പിന്നിൽ, യെസിബേലിന്റെ മുകളിൽ വാഴ്ച നടത്തിയ the spirit of Jezebel. അത് പിന്നെ ഒരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. Yes. ആ വാക്ക് കേട്ടപ്പോൾ that high ranking demonic principality of fear, സാധാരണ ഭയം കൊണ്ടുവരുന്ന ദുരാത്മാക്കളല്ല. This was a major principality. ലവ്യത്താന്റെ ആത്മാവ് എന്ന് പറയുന്ന പോലെ the spirit of Leviathan, the spirit of Leviathan നോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന അടുത്തുള്ള മേജർ പ്രിൻസിപ്പാലിറ്റി ആണ് the spirit of Jezebel. യെസിബേലിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഏലിയാവ് ഇടറിപ്പോയി. ഇത്ര അസാധാരണമായി ആഹാബിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാവുന്ന ഏലിയാവ്, കർമ്മേലിൽ 850 പ്രവാചകന്മാരെ കൊന്നൊടുക്കുവാൻ കഴിയുന്ന ഏലിയാവ് എങ്ങനെ പെട്ടെന്ന് ഇതുപോലെ ഭയപ്പെട്ടു? No, this is not an ordinary demon. This was not another level. This was a high ranking. യെസിബേലിൽ കുടിയേറി പാർത്ത, അവിടെ വാക്കുകൾക്ക് അത്രമാത്രം ഭയം കൊണ്ടുവരുവാൻ, പേടി കൊണ്ടുവരുവാൻ, അടിമത്വം കൊണ്ടുവരുവാൻ കഴിഞ്ഞ അടുത്തൊരു ദുരാത്മശക്തി. The process, ഒരു പ്രക്രിയയിലൂടെ ഏലിയാവിന് പോകേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബർശേബയിൽ ചെന്ന് അവൻ ബർശേബയിലേക്ക് യാത്രയായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തൊരു തലം യെസിബേലിനെ നേരിട്ടപ്പോൾ താൻ ക്ഷീണിച്ചു പോയി, താൻ നിരാശപ്പെട്ടു പോയി. നാളെ അവൾ അത് ചെയ്ത് കളയും, എന്റെ ജീവൻ ഉടക്കി കളയും. ഒരുപക്ഷെ ദൈവം ഇടപെടുകയായി. ദൈവത്തെ സംശയമുള്ളത് കൊണ്ടല്ല, നീ ദൈവം അങ്ങനെ അനുവദിച്ചാലോ നീ എന്ത് സംഭവിക്കും? താൻ മനപ്പീഡിയിലേക്ക് പോയി, താൻ വിഷമിച്ചു പോയി, താൻ ബർശീബയിലേക്ക് പോയി. ഹല്ലേലൂയ. ബർശീബ, that's a place of personal revival. ഏലിയാവിനെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, വീണ്ടും ഉണർത്തുവാൻ ഒരു ദൂതൻ ഏലിയാവിന്റെ അടുത്ത് വരികയാണ്. സമയം ചുരുക്കമായതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും വായിക്കുവാൻ സമയമില്ല. ഹല്ലേലൂയ. ഏലിയാവേ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? എഴുന്നേറ്റ് കഴിക്കുക. സ്തോത്രം. 1-2 പ്രാവശ്യം ദൈവത്തിന്റെ ദൂതൻ വന്ന് ഏലിയാവിനെ വീണ്ടും ഈ നിരാശയിൽ നിന്നും മനപീഡയിൽ നിന്നും തന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പിൻവാങ്ങുന്ന ആ അനുഭവത്തിൽ നിന്നും തന്നെ വീണ്ടും ഉണർത്തുന്ന, വീണ്ടും ഉയർത്തുന്ന, വീണ്ടും തീ പകരുന്ന, വീണ്ടും ധൈര്യം പകരുന്ന, വീണ്ടും ചൂടുപിടിക്കുന്ന ആ സ്ഥലമാണ് ബർശീബ. അതെ, വേണമെങ്കിൽ നമുക്ക് കെരിത്തിൽ നിൽക്കാം, അവിടെ നമുക്ക് ക്വിറ്റ് ചെയ്യാം. മതി മതി മതി, നീ കെരിത്ത് കഴിഞ്ഞ് അത്രയൊന്നും വേണ്ട. നീ കെരിത്തിൽ നിന്ന് പോയാൽ നിന്നെ കാത്തിരിക്കുന്ന സരേഫാത്താണ്. സരേഫാത്തിൽ നിന്നെ ഉരുക്കി കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ കർമ്മയിൽ നിനക്കൊരു യുദ്ധമുണ്ട്. യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ അടുത്തൊരു തലം. God takes you from one level to another. ഒരു തലത്തിൽ നിന്ന്, ഒരു മഹത്വത്തിൽ നിന്ന് നമുക്ക് കൈകാര്യം ചെയ്യുവാൻ നാം പണിയപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന് ആ പ്രക്രിയയ്ക്ക് നാം വിശ്വസ്തരെന്ന് കണ്ടാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അടുത്തൊരു തലത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഏലിയാവിനെ അഗ്നി കുതിരകൾ സ്വർഗത്തിൽ നിന്ന് വന്ന് ചുഴലിക്കാറ്റിൽ
ഏലിയാവ് എടുക്കപ്പെടുവാൻ കാരണം Elijah had to walk a full way. Hallelujah. He had to go through the Jezebel experience. Not easy. മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ മനസ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്ന, മനസ്സിനെ നിരാശയിൽ മനപീഡയിലാക്കി ഉയരുവാൻ കഴിയാതെ തലവെക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഹല്ലേലൂയ. ദേവദാസന്മാരെ, സിസ്റ്റർമാരെ, അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ കടത്തിവിടും. മനപ്പീഡയാണ്, വിഷമമാണ്, നമ്മൾ അറിയുന്നില്ല എന്താണ്. പക്ഷെ അതിന്റെ മധ്യത്തിലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവിടെ വേണമെങ്കിലും ഏലിയാവിന് പറയായിരുന്നു, മതി 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 മതി, എന്നെ കൊണ്ട് താങ്ങുകയില്ല, നീ വേറെ ആരെങ്കിലും കർത്താവേ യഹോവേ അങ്ങ് നോക്ക്. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്റെ പുറകിൽ വരും, വീണ്ടും വീണ്ടും അവസരങ്ങൾ തരും. നീ അത് വേണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നീ മാറിപ്പോയാൽ മാത്രമേ ദൈവം അടുത്തൊരു വ്യക്തിയെ, ഞാൻ റെയ്നാർഡ് ബോങ്കയുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ആഫ്രിക്കയിൽ വളരെ ചെറിയ ശുശ്രൂഷകൾ ചെയ്ത് താൻ ചെയ്തിട്ടും ഹല്ലേലൂയ സക്സസ് ആകാതെ വളരെ ആഗ്രഹത്തോടാണ് ജർമ്മനിയിൽ നിന്ന് റെയ്നാർഡ് ബോങ്കെ ആഫ്രിക്കയിൽ ദർശനം പ്രാപിച്ചു പോയത്. ലെസോട്ടോ എന്ന് പറഞ്ഞ പട്ടണത്തിൽ താൻ ശുശ്രൂഷിക്കാൻ നോക്കിയിട്ടും ആർക്കും തന്നെ പ്രസംഗം കേൾക്കണ്ട. എത്ര ശ്രമിച്ചിട്ടും ഹല്ലേലൂയ അവിടെ ഒന്നും ജനം രക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ താൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, താൻ ദൈവത്തോട് കരഞ്ഞു, ദൈവമുഖം അന്വേഷിച്ചു. അതിന്റെ മധ്യത്തിൽ ദൈവം തനിക്ക് ഒരു ദർശനം കൊടുത്തു. ഒരു ബ്ലഡ് വാഷ്ഡ് ആഫ്രിക്ക, യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ട ഒരു ആഫ്രിക്കയെ ദൈവം കാണിച്ചു. നിനക്ക് ആ ദൗത്യം വേണോ റെയ്നാർഡ്? നിനക്ക് വേണോ ആ ദൗത്യം? പറയാൻ ഭയങ്കര ഗ്ലാമർ ഉണ്ട്. ചില വർഷങ്ങൾ കഴിഞ്ഞ സ്തോത്രം റെയ്നാർഡ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ why did you pick me up? പിന്നെ എനിക്ക് മനസ്സിലായി, ആഫ്രിക്കയിൽ അതിശക്തമായ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അസാധാരണമായ ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു സമയം വന്നപ്പോൾ തന്റെ നേരെ വന്ന പൈശാചിക ആക്രമണങ്ങളുടെ മധ്യത്തിൽ, താൻ നേരിട്ട ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ he said it's too heavy for me, I can't go this way. ഇത് വലിയൊരു പ്രൈസ്, ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. and he dropped that mantle. hallelujah. തന്റെ മേൽ ദൈവം പകർന്ന ആ പുതപ്പിനെ താൻ വിട്ടു. ഏലിയാവ് ആരായിരുന്നു? ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശ ആരായിരുന്നു? they were men who were sold down to God. അവർക്ക് വേറെ അജണ്ട ഇല്ല, അവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് വേറെ ആഗ്രഹമില്ല, അവർക്ക് വേറെ അന്വേഷണമില്ല. അതിന്റെ കൂടെ ഇതും കൂടെ കിട്ടിയാൽ, അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്താൽ, അതിനൂടെ ദൈവത്തിന് അല്പം no they were men who were consecrated and set apart. അവർ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി. ഓ യെസ്. ജർമ്മനിയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് വന്ന ഒരു യൗവനക്കാരനെ ദൈവം നോക്കിയപ്പോൾ, മേ ബി ഐ ക്യാൻ ചെക്ക് വിത്ത് റെയ്നാർഡ്. ആഫ്രിക്കയെ കീഴ്മേൽ മറിച്ച റെയ്നാർഡ് ബോങ്കെ അങ്ങനെയാണ് പുറത്തിറങ്ങുവാൻ ഇടയായി തീർന്നത്. There is a price. റെയ്നാർഡ് ബോങ്കയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ സ്തോത്രം, അതെ, കോടിക്കണക്കിന് ജനത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ സാധാരണമായ ഒരു മനുഷ്യൻ. It was not easy. Hundreds and hundreds of time. Oh, this is too much. This is too difficult. The price is too heavy. The process is great. Jesus, hallelujah. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുക, ഞാനൊരു കുടുംബത്തോടാണ് സംസാരിക്കുന്നത്, അല്ല, ഞാനൊരു ദൈവസഭയോടും ദൈവസഭകളോടും ദൈവത്തിന്റെ വായായ അരുളപ്പാടായി. ഇന്ന് ദൈവത്തിന് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മാത്രമല്ല, ദൈവത്തിന് തന്റെ സഭയെ വേണം. God wants that prophetic spirit to be on his church, a prophetic army, a prophetic company, a prophetic church who will be willing to pay the price and go through the process. ഇതെന്താ ഈ സഭയിൽ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? You are in a journey, church. You are in a journey. നമ്മളൊരു യാത്രയില, നമ്മളൊരു പ്രക്രിയയിലാണ്, നമ്മളൊരു ബോട്ടിലാണ്, ഒരു ഷിപ്പിലാണ്, ഒരു ആർക്കിലാണ്. ഹല്ലേലൂയ. ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നാം ഭയപ്പെട്ടു പോകരുത്. ബർശിബയിൽ സ്തോത്രം, താൻ വീണ്ടും ഉണർന്നു. ദൂതൻ കൊണ്ടുവന്ന ആ അപ്പം കഴിച്ചു, താൻ ശക്തി പ്രാപിച്ചു. 40 ദിവസം ആഹാരമില്ലാതെ താൻ സ്തോത്രം യാത്ര ചെയ്തു. ദൂതൻ പറയുക, നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നീ ഹോരേബിലേക്ക് യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ഹോരേബ്, the mountain of God. ഹോരേബ്, സിനായി പർവ്വതം എന്ന് പറയുന്ന ഹോരേബിന്റെ പർവ്വതമാണ്. That's the place. ദൈവം നമ്മെ മുഖാമുഖം കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. ഹോരേബിൽ വെച്ചാണ് മോശെ ദൈവം കണ്ടുമുട്ടിയത്. സിനായി വെച്ചാണ് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ കൈമാറിയത്. That's the place of deep encounters. ദൈവം ഇറങ്ങി വന്നു. Hallelujah. The process. നാം ഒരു വില കൊടുത്ത് അടുത്ത വില കൊടുത്ത് അടുത്ത തലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം ഇറങ്ങി വരും. നമ്മൾ അവിടെ വായിക്കുന്നത് God passed by. നമുക്ക് ആ ഭാഗം വേണമെങ്കിൽ ഒന്ന് തൊട്ടൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ അതിന് 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. നീ പുറത്തു വന്ന് യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. യഹോവ കടന്നു പോകുന്നു. ഹോരേബ് എന്താണ്? യഹോവ കടന്നു പോകുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖാമുഖമുള്ള ഫേസ് ടു ഫേസ് എൻകൗണ്ടർ സംഭവിക്കുന്നതാണ്.
ദൈവത്തിന്റെ ശബ്ദം ഒരു മാനുഷിക ശബ്ദമായി ഒരു പ്രവാചകനിലൂടെ കേൾക്കുന്ന സ്ഥലമല്ല. It's the place where you hear the word of God for yourself. ദൈവത്തിന്റെ ശബ്ദത്തെ നീ കേൾക്കുന്ന, നീ വ്യക്തിപരമായി കേൾക്കുന്ന സ്ഥലമാണ് ഹോരേബ്. Hallelujah. അവിടെയാണ് നിനക്ക് പുതിയ നിയോഗങ്ങൾ കൈമാറുന്നത്. അവിടെയാണ് നിനക്കൊരു ദൈവവുമായി ഒരു മുഖാമുഖം, ഒരു ഹിസ്റ്ററി ഉണ്ടാകുന്നത്, ഒരു അനുഭവം ഉണ്ടാകുന്നത്. Oh yes. Are you ready to go into Horeb? Hallelujah. Hallelujah. Praise God. ദൈവം വന്നു. Hallelujah. നമുക്കത് പെട്ടെന്ന് വായിക്കാം. Yes. അപ്പോൾ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. യഹോവ വരികയാണ്, ദൈവം വരികയാണ്. കൊടുങ്കാറ്റ് ദൈവത്തിന് മുമ്പാകെ പോകുന്ന നോക്കി കൊടുങ്കാറ്റ് പോവുകയാണ്. പാറകളെ സ്തോത്രം കീറിക്കളയുന്ന നിലവാരത്തിലുള്ള. യെസ്. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. കാറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. സാവധാനത്തിൽ ഒരു മൃദുസ്വരം. Hallelujah. That's the place of deep encounters. ഹോരേബിന്റെ അനുഭവം. Hallelujah. ഈ ലെവലെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ എത്തുമ്പോഴാണ് ദൈവം അങ്ങനെ ഇറങ്ങി വന്ന് മുഖാമുഖമായി നമ്മോട് സംസാരിക്കുന്നത്. Hallelujah. വളരെ നല്ലതാണ് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നത്. 14-ാം വാക്യം. അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു. 13-ാമത്തെ വാക്യം വായിക്കാം. യെസ്. ദൈവത്തിന്റെ ഒരു ചോദ്യം, ഏലിയാവിനോട് ദൈവത്തിന്റെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതുപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. ഏലിയാവേ, ഹോരേബിന്റെ വേറൊരു അർത്ഥം, ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്, ഇറ്റ്സ് എ ഡെസേർട്ട് പ്ലേസ്. നീ എന്തിനാണ് നീ ഇതുപോലെ ഒരു സ്ഥലത്ത് ആത്മീയമായി? You are meant to be in the forefront of my plan and of my purpose. Hallelujah. നിന്റെ വരൾച്ചയും നിന്റെ ഡ്രൈനെസ് എല്ലാം മാറ്റി നീ എന്റെ ശക്തി കൊണ്ടും എന്റെ ശബ്ദം കൊണ്ടും എന്റെ എൻകൗണ്ടർ കൊണ്ട് നിറഞ്ഞ് നിന്റെ പുതിയ നിയോഗത്തിലേക്ക് നീ പറക്കുന്ന ഒരു സ്ഥലമാണ് ഹോരേബ്. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം. യെസ്. യഹോവ അവനോട് അരുളിച്ചെയ്ത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമസ്കേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. നീ എത്തുമ്പോൾ ഹസയേലിനെ ആരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മഹലയിൽ നിന്നുള്ള സഫാറത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യും. ഹോരേബ് is a place of new assignment. പുതിയ നിയോഗങ്ങൾ കൈമാറുന്ന സ്ഥലമാണ്. ആരാമിന്റെ രാജാവായ ഹസയേലിനെ നീ അഭിഷേകം ചെയ്യണം. ജേഹൂനെ അഭിഷേകം ചെയ്യണം. 3, നീ നിന്നെ പോലെ തന്നെ അടുത്തൊരുവനെ എലീശയെ നീ പുറത്തെടുത്ത് അഭിഷേകം ചെയ്യണം. Hallelujah. Praise God. ഹോരേബിന്റെ അനുഭവം. Somebody say that place of Horeb. There is a process and there is a price. പിന്നെ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഏലിയാവ് പിന്നെ വാങ്ങിയില്ല. Then he was the daring prophet of Israel. ഇസ്രായേലിനെ പ്രഗൽഭനായ, ശക്തനായ, കരുത്തനായ, തീയായ, അസാധാരണമായ ദൈവത്തിന്റെ പ്രവാചകനായി അനേകരെ പുറത്തെടുത്ത ഒരു പ്രവാചകനായി ഏലിയാവ് പുറത്തിറങ്ങി. അങ്ങനെ ആ യാത്ര ഹോരേബിന്റെ അനുഭവം കഴിഞ്ഞാണ് 19-ാമത്തെ വാക്യത്തിൽ സ്തോത്രം നമുക്ക് വായിക്കാം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട്, അങ്ങനെ ഹോരേബിൽ നിന്ന് പുറപ്പെട്ട് ആ പുതിയ നിയോഗം പ്രാപിച്ച് ആ പ്രക്രിയയിലൂടെ പോയി ആ വിലയൊക്കെ കൊടുത്ത് സ്തോത്രം അടുത്ത ഒരു ദൗത്യത്തിലേക്ക് സഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. അവൻ 12 കാളപൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോട് കൂടി താൻ തന്നെയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുക ആ പ്രക്രിയയിലൂടെ പോകുവാൻ. ഏലിയാവിന്റെ മേൽ ആവസിച്ച ആ പരിശുദ്ധാത്മാവ് ദൈവസഭയിലൊന്ന് ആവസിക്കുവാൻ, അഭിഷിക്തന്മാരെ നിങ്ങളുടെ മേലൊന്ന് ആവസിക്കുവാൻ, ശുശ്രൂഷക നിന്റെ മേലൊന്ന് ആവസിക്കുവാൻ നീ വില കൊടുക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ.